can mark your attendance now. Please mark your attendance. So 2-digit number minus 2-digit number. Okay, let us learn how to do the problem 2-digit from 2-digit. Okay, 2-digit numbers il ninnu enganeyana 2-digit numbers subtract cheyendathu ennaanu nammal padikkan vendi povunathu ini. Okay, listen. Subtracting 2-digit numbers. Subtracting 2-digit numbers. 2-digit. Page number 2, Page number 151. Okay, 151. Listen. Mummy made 45 idlis. 23 idlis were eaten. Now, what we do? Now, 45 minus 23 idlis are left. Okay. This is the problem. And how to solve this? Mummy made how many idlis? She made 45 idlis. Amma 45 idli indaki. Ni endu idu? 23 idlis were eaten. 23 idlis were eaten. Adil ninnu endu idu? 23 idlis ellarum kuda kalichu തീർത്തു അല്ലേ? Just imagine രാവിലെ എന്ത് ചെയ്തു? Mummy made 45 idlis and 23 idlis were eaten. ഇനി എന്ത് ചെയ്യും? So 45 minus 23 are 23 idlis were left. Okay. അതിൽ നിന്ന് എത്ര ഇഡ്ലീസ് ആണ് ബാക്കിയുള്ളത് ഇനി? 45 minus 23 idlis. So നമുക്കിത് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 തന്നെ ചെയ്തു നോക്കാം അല്ലേ? So the step 1 is, what is step 1? Which is step 1? ഏതാണ് step 1? Subtract the ones. Ones. Okay. Yes. എനിക്ക് തലവേദന എടുക്കുന്നു. വീഡിയോ ഓഫ് ആക്കട്ടെ. ആർക്കാ തലവേദന? ഒന്ന് പേര് പറഞ്ഞേ, മിസ് കാണുന്നില്ല ആരാന്ന്. ആരാണ്? ആരാ ഇപ്പൊ ചോദിച്ചേ? ആര്? സമജ്ഞ. ആ, സമജ്ഞയാണോ മോളെ? ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിട്ട് ശ്രദ്ധിക്കണേ ഇവിടെ സമജ്ഞ കേട്ടോ. വീഡിയോ ഓഫ് ചെയ്തോ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. Okay. Then 45 minus 23. So the step 1 is subtracting the ones. 45 minus 23. Okay. So നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1ന്റെ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യണം അല്ലേ? ആദ്യം 1ന്റെ സൈഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ലിസൺ. ഏതാണ് 1ന്റെ സൈഡ്? ഇതാണല്ലേ? 45 23. 1ന്റെ സൈഡ് നമ്മൾ ഫൗണ്ട് ചെയ്യണം. സോ which are the numbers in one side? അമ്ന, ഏതൊക്കെ നമ്പേഴ്സ് 1ന്റെ സൈഡിലുള്ളത്? അമ്ന, ഏതൊക്കെ നമ്പേഴ്സ് ആണ് അമ്ന? പറഞ്ഞോ മോളെ. ഇപ്പൊ ഇത്ര സമയം പിന്നെ മിസ് പറയുമ്പോ എന്താ ചെയ്തത്? പേജ് നമ്പർ 151. മിസ് വരുന്നത് പേജ് നമ്പർ പറയുമ്പോ തന്നെ ബുക്കൊക്കെ എടുക്കണ്ടേ? പ്രോബ്ലം ചെയ്യുമ്പോഴാണോ ബുക്ക് എടുക്കേണ്ടത്? അവേദ്യ മോളെ എത്രയാണ്? ഏതൊക്കെയാണ് ഇൻ വൺ സൈഡ്? 1ന്റെ സൈഡ് ഏതൊക്കെയാണ് ഇതില്? 5 3
5 and 3. So we want to subtract the one side first. 5 and 3. So how to subtract 5 and 3? നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ 5 ഉം 3 ഉം സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ? ഫസ്റ്റ് 1 2 3 4 5. ഇതിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം സബ്ട്രാക്ട് ചെയ്യണം? എത്ര എണ്ണം ക്രോസ് ഔട്ട് ചെയ്യണം? 5 ഉം 3 ഉം ആണ് ചെയ്യേണ്ടതെങ്കിൽ 5 ലൈനോ എന്തെങ്കിലും സിമ്പിൾസ് അവിടെ കൊടുക്കുക. എന്നിട്ട് സബ്ട്രാക്ട് 3 മീൻസ് ക്രോസ് ഔട്ട് 3 from this 5. 1 2 3 subtract ചെയ്തു. And how many is remaining? 2. Yes, 2 is. അപ്പൊ 5 minus 3 equal to 2. Okay. 2. Then again, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ക്രിസ്റ്റോ, ലിസൺ ക്രിസ്റ്റോ, ഇവിടെ ശ്രദ്ധിച്ച ക്രിസ്റ്റോ. നേരത്തെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 1ന്റെ സൈഡിൽ മാത്രമേ 2 നമ്പേഴ്സ് ഉള്ളൂ. ഇപ്പുറത്തുള്ള നമ്പർ നേരെ നമ്മൾ താഴോട്ട് എഴുതുമായിരുന്നു. Then now 4 and 2 is here. 10ന്റെ സൈഡിലും 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം? Which are the numbers in 10 side? 4ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 കുറക്കണം അല്ലേ? ഇപ്പൊ 4 ഇവിടെ കൊടുത്തു നമ്മൾ. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 ക്രോസ് ഔട്ട് ചെയ്യണം അല്ലേ? 2 ക്രോസ് ഔട്ട് ചെയ്യാം. 1 2. Yes. 2 സബ്ട്രാക്ട് ചെയ്യുമ്പോ ഇനിയിപ്പോ 2 ആ ഉള്ളത് അല്ലേ? ഇനി 2 ആ ഉള്ളത്. നമ്മളിവിടെ 2 കൊടുക്കാം അല്ലേ? 2. So 22. 45 minus 23 is 22 അല്ലേ? So step 1, step 2. നമ്മൾ അഡീഷൻ ചെയ്യുന്നത് പോലെ സബ്ട്രാക്ഷൻ 2 ഡിജിറ്റ് ആൻഡ് 1 ഡിജിറ്റ് ചെയ്തതുപോലെ തന്നെയാണ്. അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ 45 23 തന്നാൽ ആദ്യം 10ന്റെ സൈഡ് ആദ്യം 1ന്റെ സൈഡ് ആഡ് ചെയ്തു. Again add the 10 sides and finally we get the answer. Just like that, how to subtract the numbers? First we subtract the one side, the 2 numbers in one side. Then again find out the numbers in 10 side. Okay. Then finally we get the answer. So 45 minus 23 equal to 22. Okay. Clear? എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്? ഇനി നമുക്ക് വേറൊരു നമ്പർ കൂടെ ചെയ്തു നോക്കാം അല്ലെ? ഒരു നമ്പറും കൂടെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു നമ്പർ നോക്കാം. സോൾവ് 84 minus 34. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിൽ എഴുതണേ. മിസ്സിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അവിടെ എഴുതുന്നുണ്ടോ എന്നുള്ളത് മിസ്സിന് ഇപ്പൊ നോക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ എഴുതണേ. എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. 84 minus 34. ഓക്കെ, ഇതാണ് നമുക്കിനി സോൾവ് ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് 1, subtract the ones. Okay, subtract the ones. So 84. നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസ് ഇല്ലേ അവിടെ എഴുതിയാൽ മതി കേട്ടോ.
നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം, ക്രോസ് ഔട്ട് ഒക്കെ ചെയ്തിട്ട് എക്സ്ട്രാ ഏതെങ്കിലും നമ്പേഴ്സ് ഒക്കെ ചെയ്ത് എഴുതാം കേട്ടോ. മിസ്സിന് ഇപ്പൊ എന്താണ് രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കുറെ ബാക്കിലാണ് മാത്സ്, അതുകൊണ്ടാണ് നോട്ടും കൂടെ പറയാത്തത്. സ്കൂളിൽ വന്നപ്പോ കുറെ പേര് കുറെ പ്രോബ്ലം. ഓ ഞാന് വേറെ വീട്ടിലായില്ലേ, ഫാത്തിമ മെഹറിന്റെ വീട്ടിലായില്ലേ, അതുകൊണ്ട് ഞാൻ ബുക്ക് എടുത്തിട്ടാ. എന്തിനാ നീ ഫാത്തിമ മെഹറിന്റെ വീട്ടിലേക്ക് വന്നത്? എന്റെ ഉമ്മയും കൂടെ ഇല്ലേ. ആണോ? എന്നാ പിന്നെ ബുക്ക് എടുക്കാൻ മറന്ന ഒറ്റോട്ടത്തിന് പോയി ബുക്ക് എടുക്കണ്ടേ നസീമേ? വളരെ അടുത്തല്ലേ രണ്ടു വീടും? ഓ ക്ലാസ് പെട്ടെന്ന് തുടങ്ങിയില്ലേ അല്ലേ? മടിയാണല്ലേ നസീമേ? ആണാ? നോട്ട്ബുക്കില് ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? മിസ് നോക്കിയിട്ടുണ്ടായിരുന്നു കുറെ. ചെയ്തിട്ടുണ്ടെന്നാണ് മിസ്സിന്റെ ഓർമ്മ ക്ലാസ്സിൽ വന്നപ്പോ. ഓക്കെ, അപ്പൊ നമ്മള് 84, 34 നമ്മൾ ഇങ്ങനെ എഴുതി രണ്ട് നമ്പേഴ്സിനെയും. ഇനി എന്ത് ചെയ്യണം? നസീമ മ്യൂട്ട് ചെയ്തോ അവിടുന്ന്? ഓക്കെ, ഇനി നമ്മള് 10ന്റെ സൈഡും 10ന്റെ സൈഡും 1ന്റെ സൈഡും ഇങ്ങനെ 4ഉം 4ഉം ആണ് എവിടെ ഉള്ളത്? 4ഉം 4ഉം ആണ്. ഓക്കെ, 4ഉം 4ഉം ആണ് 1ന്റെ സൈഡിലുള്ളത്. സോ വി വോണ്ട് ടു സബ്ട്രാക്ട് 4 minus 4. എത്രയായിരിക്കും 4 minus 4? 4 fingers and minus 4. ഓക്കെ, 0. 0 ഈസി ആണല്ലേ? ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് നമ്മൾ സെയിം നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആയിരിക്കും കേട്ടോ. 4 minus 4 0, 3 minus 3 0, 2 minus 2 0, അങ്ങനെയാണ് വരിക. ഏത് നമ്പറിൽ നിന്ന് അതേ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് 0 ആയിരിക്കും. സോ വി ഗെറ്റ് 0. 4 minus 4 0. This answer is 0. 0. We get 0. Then we want to subtract the tens side. 8 minus 3. 8 minus 3. 5 minus 3. 5. Yes, 5. 5. Okay. 5. So the answer is? 5. Answer is not 5. The answer is 84 minus 34 equal to 50. Okay, the answer is 50. Okay. 50. So we get 50. ഇതുപോലെ എന്ത് ചെയ്യാ? അവിടെ ബാക്കിയുള്ള പ്രോബ്ലം മുഴുവൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. ആ പേജസിലും ഉണ്ട്, നെക്സ്റ്റ് പേജിലും ഉണ്ട്. നെക്സ്റ്റ് പേജിലും കുറെ പ്രോബ്ലം തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ആഡിങ് ടെൻസ് പഠിച്ചല്ലോ. addition ചെയ്തപ്പോ how to adding tens together. So like that, subtracting tens 152. Subtracting tens. Okay. നോക്കാം നമുക്ക് ടെൻസ് എങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത്. 1. Mamta has 50 rupees in her hand. She spends 20 rupees. മാമത്തയുടെ അടുത്ത് 50 രൂപ ഉണ്ടായിരുന്നു, 50 rupees. And she spent 20 rupees. എന്ത് ചെയ്തു? 20 rupees ചെലവാക്കി അല്ലെ? സ്പെൻഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ചെലവാക്കി. Now she has 50 minus 20 rupees. ഇപ്പൊ അവളുടെ അടുത്ത് 50ൽ നിന്ന് എന്ത് ചെയ്താല്? 50ൽ നിന്ന് 20 rupees സബ്ട്രാക്ട് ചെയ്താലുള്ള അത്രയും പൈസയാണ് ബാക്കി ഇനി കയ്യിലുള്ളത്, അത്രയും റുപ്പി. സോ 20. എങ്ങനെ ചെയ്യും നമ്മള്? ഈസി ആണ് ചെയ്യാൻ വേണ്ടി. സോ 5 minus 2 ഇതെങ്ങനെയാ ചെയ്യാ? വൺസിന്റെ സൈഡ് മുഴുവൻ 0 ആണുള്ളത്. സോ ഹൗ ടു സോൾവ് ദിസ് ഈസിലി? ദാറ്റ് മീൻസ് 5 minus 2, sorry, 5 minus
2 equal to 3. Okay, 5 minus 2 equal to 3. So, അതുപോലെ എങ്ങനെയാണ് 5, 2, 50, 20 ആണ് ഉള്ളത് അല്ലേ? അപ്പൊ 0, 0, 0 തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ 0 ഇട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് 50 minus 20 equal to എത്രയായിരിക്കും? എത്രയാണ് ഇതിന്റെ ആൻസർ? എത്രയായിരിക്കും? ഈസി ആണ്. 50 minus 20. ആൻസർ 30 ആണ് വരിക. 30. So listen, 50, 20, 30 എന്ന് പറയുന്ന പോലെ 5, 2, 3 കിട്ടി. ഇവിടെ നമ്മള് 0 മാത്രം കൊടുത്താൽ മതി. അതുപോലെ നെക്സ്റ്റ് ഒന്നുകൂടെ നമുക്ക് ചെയ്തു നോക്കാം. 60 ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. 60 minus 60 minus 40. Okay, okay. 60 minus 40. ഇത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 6 minus 4 കാണാം. 6 minus 4. 20 is answer. Yes, answer is 20. ആദ്യം 6 minus 4 ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിന്റെ റൈറ്റ് സൈഡിൽ 0 ആഡ് ചെയ്യാം. കേട്ടോ? ഈസി ആയിട്ട് നമുക്ക് ടെൻസ് അങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം. Okay, the answer is 20. Okay, 60 minus 40. So the answer is 20. Okay. Then അവിടെ ബാക്കിയുള്ള പ്രോബ്ലം കൂടെ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയി ചെയ്യാം. Then next ഒരു പ്രോജക്റ്റ് ഉണ്ട്. Find out the age of some family members like mummy, papa, grandma, grandpa, uncle and auntie. Right below their pictures. Papa, mummy, grandma, grandpa, uncle, auntie. Who is older, papa or grandma? How much older? Who is younger, uncle or papa? How much younger? How much you get if you add mummy's and papa's age? How much will you get if you subtract mummy's age from the grandma's age? ഈ പ്രൊജക്റ്റ് മുഴുവൻ പേരും ചെയ്തിട്ട് എന്ത് ചെയ്യാ? നെക്സ്റ്റ് മൺഡേ, ഓക്കെ, നെക്സ്റ്റ് മൺഡേ ആവുമ്പോഴേക്കും മിസ്സിന് മുഴുവൻ പേരും ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. അതായത് ചെയ്യേണ്ടത് ചാർട്ട് പേപ്പറിലാണ്. ചെറിയ ബുക്കിന്റെ പേജിലോ അല്ലെങ്കിൽ ചെറിയ പേപ്പറിലോ ഒന്നും കൊണ്ടുപോയി ചെയ്യരുത്. കുറച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്യാം. അതായത് ജസ്റ്റ് ഇവിടെ പപ്പ, മമ്മി, ഗ്രാൻഡ്പ, ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ, അങ്കിൾ, ആന്റി എഴുതുക. ഇവരുടെ പിക്ചേഴ്സ് നിങ്ങൾക്ക് വരക്കാൻ കഴിയുമെങ്കിൽ വരയ്ക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് പിക്ചേഴ്സിന് പകരം അവരുടെ എന്തേലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസ്, ഏതെങ്കിലും പപ്പയുടെയോ മമ്മിയുടെയോ ആരുടെയെങ്കിലും ഇതേപോലെയുള്ള ഫോട്ടോസ് അവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? പപ്പയുടെ ഏജ് നിങ്ങളുടെ, ദെൻ മമ്മിയുടെ ഏജ്, ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ, അങ്കിൾ, ആന്റി ഇവരുടെ ഒക്കെ ഫോട്ടോസ് ഒട്ടിച്ചിട്ട് അവരുടെ ഏജസ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഹൂ ഈസ് ഓൾഡർ? ആരാണ് ഏറ്റവും ഓൾഡർ? ഗ്രാൻഡ്മ ഓർ പപ്പ? പപ്പയാണോ ഗ്രാൻഡ്മയാണോ? ഹൗ മച്ച് ഓൾഡർ എന്ന് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, പപ്പയുടെ ഏജ് 40 ആണ് എന്ന് വിചാരിക്കുക. ഗ്രാൻഡ്മയുടെ ഏജ് 60യുമാണ്. 40 and 60. And who is older? 40 ആണോ 60 ആണോ ഓൾഡർ? Who is older, പപ്പ ഓർ ഗ്രാൻഡ്മ? യൂഷ്വലി ആരായിരിക്കും? ഗ്രാൻഡ്മ ആയിരിക്കും അല്ലേ? യെസ്, ഗ്രാൻഡ്മ ആയിരിക്കും. യെസ്, ഗ്രാൻഡ്മയാണ് ഓൾഡർ ആവുക. അപ്പൊ
how much older. We want to find out how much older. So എന്ത് ചെയ്യണം? എത്ര അധികം വയസ്സുണ്ട് എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? 40യും 60യും ആണ് എന്ന് വിചാരിക്കുക. സബ്ട്രാക്ട് 60 മൈനസ് 60 ആൻഡ് 40 അല്ലേ? 60 മൈനസ് 40 നമ്മൾ ചെയ്യാം. എത്ര വയസ്സ് കൂടുതലുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ 20 കിട്ടും നമുക്ക്. യെസ്, 20 ആണ് എന്ത്? 20 എന്നവിടെ കൊടുക്കുക. 20 years older ആണ് ആര്? ഗ്രാൻഡ്മ, പപ്പയേക്കാൾ. ദെൻ ഹു ഈസ് യങ്ങർ? ആരാണ് ഏറ്റവും യങ്ങർ? അങ്കിൾ ഓർ പപ്പ? അങ്കിളും പപ്പയും ആയാൽ ആരാണ് യങ്ങർ? ഫോർ എക്സാമ്പിൾ, പപ്പയുടെ ഏജ് 40 ആണല്ലോ, അങ്കിളുടെ ഏജ് ഒരു 20 ആണ് എന്ന് കൊടുക്കുക. അപ്പൊ എത്ര യങ്ങർ ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ആണ് ഇതിൽ മുഴുവൻ വരുന്നത്. 40 മൈനസ് 20, we get 20. So 20 older, 20 younger. How much do you get if you add mummy's and papa's age? മമ്മിയുടെയും പപ്പയുടെയും ഏജ് തമ്മിൽ ആഡ് ചെയ്താൽ അവിടെ അഡീഷൻ ആണ്. ആഡ് മമ്മ ആൻഡ് പപ്പാസ് ഏജ്. ആൻഡ് എത്രയാണ് അവരുടെ വയസ്സ്? അവരുടെ രണ്ടുപേരുടെയും ഏജ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? How much will you get if you subtract mummy's age from grandma's age? ഗ്രാൻഡ്മയുടെ ഏജിൽ നിന്ന് മമ്മിയുടെ ഏജ് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? മനസ്സിലായോ എങ്ങനെ ചെയ്യണ്ടേന്ന്? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ചെറിയ ഒരു വേർഡ് പ്രോബ്ലം കൂടെ പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ട്, ഇതേ തന്നെയാണ് 2 ഡിജിറ്റ് മൈനസ് 2 ഡിജിറ്റ് തന്നെയാണ്. അത് വേർഡ് പ്രോബ്ലം ആയിട്ട് തന്നേ ഉള്ളൂ. പ്രോസസ് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ.